മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുമ്പിൽ ക്ലിഫ് ഹൗസിന് മുമ്പിൽ ഇപ്പോഴും ആശാ വർക്കേഴ്സിന്റെ പ്രതിഷേധം നടക്കുകയാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ അതിശക്തമായ പ്രതിഷേധവും നാടകീയ രംഗങ്ങളുമാണ് ക്ലിഫ് ഹൗസിന് മുമ്പിൽ നമ്മൾ കണ്ടത്. ഇപ്പോഴും ഒരു സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ട് എന്ന് പറയാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഉന്നയിച്ച ആവശ്യങ്ങളിൽ പരിഹാരമില്ലാതെ, മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്താൻ കഴിയാതെ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോവില്ല. അത് രാത്രിയാണെങ്കിൽ രാത്രി, മഴയാണെങ്കിൽ മഴ, അതിനെ അതിജീവിച്ച് ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്നാണ് സമരക്കാർ അറിയിക്കുന്നത്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക, പെൻഷൻ നൽകുക എന്നുള്ളത് അവരുടെ പ്രധാന ആവശ്യമാണ്. ആ ആവശ്യം ഉയർത്തിക്കൊണ്ടാണ് കഴിഞ്ഞ 256 ദിവസമായി തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ, മന്ത്രിമാർക്ക് മുമ്പിൽ, മുഖ്യമന്ത്രിക്ക് മുമ്പിൽ ഒരു വലിയ പ്രതിഷേധം, വലിയ സമരം അവർ നടത്തിയത്. അതിൻ്റെ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിന് മുമ്പിലേക്ക് ആ പ്രതിഷേധം വ്യാപിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ ബാരിക്കേഡ് വെച്ച് പോലീസ് പ്രവർത്തകരെ തടഞ്ഞിരുന്നു. അത് മറികടക്കാനുള്ള ശ്രമമൊക്കെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി, സമരക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായി. ഒരു ചർച്ച സാധ്യമാകുമോ എന്നറിയില്ല. രാഷ്ട്രപതി 5 മണിയോടുകൂടി തിരുവനന്തപുരത്തേക്ക് എത്തും. ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് തന്നെ പോലീസ് ഒരുപക്ഷെ കൂടുതൽ നടപടിയിലേക്ക്, ഈ പ്രതിഷേധക്കാരെ ഒഴിപ്പിക്കുന്ന നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഇന്ന് രാഷ്ട്രപതി താമസിക്കുന്നത് രാജ്ഭവനിലാണ്. രാജ്ഭവന് തൊട്ടടുത്തുള്ള ക്ലിഫ് ഹൗസിന് മുമ്പിലാണ് ഇങ്ങനെ വലിയൊരു സമര പരമ്പര നടക്കുന്നത്. നാടകീയ രംഗങ്ങൾ ഉണ്ടാകുന്നത്, പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി, ഒരു SI കടക്കം പരിക്കേൽക്കുന്ന നിലയുണ്ടായി. അതിനിടയിൽ ഈ സമരക്കാരുടെ മൈക്ക് കസ്റ്റഡിയിലെടുത്തു കൊണ്ടുപോകാനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായപ്പോഴും വലിയ പ്രതിഷേധം നമ്മൾ കണ്ടു. പോലീസ് വാഹനം തടഞ്ഞ് അതിനു മുമ്പിൽ കുത്തിയിരുന്ന് കിടന്നുള്ള പ്രതിഷേധത്തിലേക്ക് സമരക്കാർ കടക്കുന്നത് കണ്ടു. ഉന്നയിച്ച ആവശ്യങ്ങൾ അതിൽ അനുകൂലമായ സമീപനമില്ലാതെ ഏറ്റവും ഒടുവിലായ ഒരു വിദഗ്ധ സമിതി വിഷയങ്ങൾ പഠിച്ച് സർക്കാരിന് മുമ്പിലേക്ക് റിപ്പോർട്ട് എത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ സമീപനം ഉണ്ടാകുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ സമരക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇപ്പോഴും അവിടെ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയാണ് ആശാ വർക്കേഴ്സ്. മേഘന മുരളി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മേഘന, ഇനിയിപ്പോൾ രാഷ്ട്രപതി എത്താൻ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. 5 മണിയോടുകൂടി രാഷ്ട്രപതി തലസ്ഥാനത്തേക്ക് എത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് രാഷ്ട്രപതിക്ക് പോകേണ്ടത് രാജ്ഭവനിലേക്കാണ്. രാജ്ഭവന് സമീപത്ത് തന്നെ ഇങ്ങനെ ഒരു പ്രതിഷേധം, ഒരുപക്ഷെ പോലീസ് തുടർന്ന് നടപടികൾ സ്വീകരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ലല്ലോ മേഘന. തീർച്ചയായിട്ടും റീജിത്ത്, ഇപ്പോഴും ആശാപ്രവർത്തകർ ഈ ക്ലിഫ് ഹൗസിന് മുന്നിൽ, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ സമരം തുടരുകയാണ്. അവർ ഒരു ഭാഗത്ത് മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധിക്കുകയാണ്. ഇവിടെ നിന്ന് പിരിഞ്ഞു പോകില്ല, അത് രാത്രി വൈകിയാണെങ്കിലും ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെ കാണാതെ പിരിഞ്ഞു പോകില്ല എന്നുള്ളതാണ് ആശാപ്രവർത്തകർ പറയുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ഇവിടെ ഈ ബാരിക്കേഡിന് മുന്നിലായി പ്രവർത്തകർ കുത്തിയിരിക്കുന്നു. മറുഭാഗത്ത് ഈ ആശാപ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ഈ പെൻഷൻ നൽകുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക, ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അത് മുദ്രാവാക്യമാക്കിക്കൊണ്ട് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. അങ്ങനെ പലതരത്തിലുള്ള പ്രതിഷേധമാണ് ക്ലിഫ് ഹൗസിന് മുന്നിൽ കാണുന്നത്. അതിൽ പ്രധാനമായും രാഷ്ട്രപതി ഇവിടത്തേക്ക് എത്താൻ, തിരുവനന്തപുരം തലസ്ഥാനത്തേക്ക് എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. അവിടെ വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ആശാപ്രവർത്തകർ ഇപ്പോൾ ഇവിടെ ഒരു സമരം തുടരുകയും ചെയ്യുന്നത്. അത് നേരത്തെ തന്നെ പോലീസിന്റെ ഭാഗത്ത് ഒരു നടപടി ഉണ്ടാകുന്നു. ആ നടപടിയിൽ തന്നെ ഒരു സംഘർഷഭരിതമായ സാഹചര്യം, അത് പോലീസുകാർക്കും ആശാപ്രവർത്തകർക്കും പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിൽ ആശാപ്രവർത്തകർ ഇപ്പോൾ പറയുന്നത് തങ്ങളുടെ പല പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട്. പോലീസ് ബലപ്രയോഗത്തിലൂടെ ഈ പ്രവർത്തകരെ മാറ്റി, അതുപോലെ തന്നെ അവരുടെ വസ്ത്രങ്ങൾ വലിച്ചിഴച്ചു എന്ന കാര്യങ്ങളടക്കം പ്രധാനമായും ആശാപ്രവർത്തകർ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പോലീസ് പറയുന്നത് കൂടുതൽ നടപടി ഉണ്ടാകും. കാരണം മണിക്കൂറുകൾക്കകം തന്നെ രാഷ്ട്രപതി എത്തുന്നതിനാൽ തന്നെ ഇവിടെ നിന്ന് പ്രവർത്തകർ മാറേണ്ടതുണ്ട്. കിലോമീറ്റർ അപ്പുറത്ത് മാത്രമാണ് രാജ്ഭവൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ പ്രവർത്തകരെ മാറ്റേണ്ടതുണ്ട്. ഇനി എന്ത് നടപടിയിലേക്ക് പോലീസ് കടക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയേണ്ടതും. അതിൽ ഈ നേരത്തെ തന്നെ ഈ സമര നേതാവ് മിനി അടക്കമുള്ള ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. പക്ഷേ സംസ്ഥാനത്തിന്റെ തിരുവനന്തപുരം ജില്ലയുടെ അടക്കം പല ഭാഗങ്ങളിൽ നിന്നാണ് ആശാപ്രവർത്തകർ എത്തിയിട്ടുള്ളത്. മുൻപേ കാണാത്ത തരത്തിലുള്ള ഈ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്രയധികം ആശാപ്രവർത്തകർ ഒന്നിച്ചുകൂടുകയും ഒരു സമരമായി ക്ലിഫ് ഹൗസിലേക്ക് വരികയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.